ദ്വാരപാലകശില്പം മലയിൽ കട്ടിളവാതിൽ പാളിയും മുക്കി പോറ്റിയും ചേർന്നുണ്ണിപ്പോറ്റിയും ചേർന്ന് ഭഗവാന്റെ പൊന്നുകൾ മുക്കി ദ്വാരപാലകശില്പം മലയിൽ കട്ടിളവാതിൽ പാളിയും മുക്കി പോറ്റിയും ചേർന്നുണ്ണിപ്പോറ്റിയും ചേർന്ന് ഭഗവാന്റെ പൊന്നുകൾ മുക്കി. ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ മാത്രമല്ല, ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പാളികളും കടത്തിയെന്ന് സ്ഥിരീകരണം. ചെമ്പെന്ന് രേഖപ്പെടുത്തി സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയിരുന്നുവെന്ന് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കട്ടിളപ്പാളിയിലെ സ്വർണ്ണക്കടത്തും ഹൈക്കോടതി നിയോഗിച്ച ദേവസ്വം വിജിലൻസ് പത്മനും കാവൽ മുഖ്യ സ്വർണം വിറ്റെന്ന സൈറ്റി മുരാരിമൻ വാസും പത്മനും കാവൽ മുഖ്യ സ്വർണം വിറ്റെന്ന സൈറ്റി വിറ്റ സ്വർണ്ണങ്ങൾ ബെല്ലരിയിലുള്ള ഗോവർദ്ധനൻ പക്കൽ കൈമാറി. മറിച്ചു വിറ്റു സ്വർണം മറിച്ചു വിറ്റു ചെന്നൈയിലും സ്മാർട്ട് ക്രിയേഷൻസ് ഒരുക്കി. ദ്വാരപാലകശില്പം മലയിൽ കട്ടിളവാതിൽ പാളിയും മുക്കി പോറ്റിയും ചേർന്നുണ്ണിപ്പോറ്റിയും ചേർന്ന് ഭഗവാന്റെ പൊന്നുകൾ മുക്കി. ശബരിമല ശ്രീകോവിൽ സ്വർണം പൂശാൻ വ്യവസായി വിജയമല്യ തീരുമാനിച്ചപ്പോൾ മാധ്യമ റിപ്പോർട്ടുകളും അത് ശരിവെക്കുന്നുണ്ട്. 30.3 കിലോ സ്വർണവും 1.90 കോടി രൂപയും ചെലവായെന്നാണ് വിജയമല്യ അന്ന് ദേവസ്വം ബോർഡിനെ അറിയിച്ചത്. എന്നാൽ 2019 ആയപ്പോഴേക്കും ദ്വാരപാലക ശില്പം ചെമ്പായി. നിന്റെ സ്വപ്നം നടക്കില്ല ഉണ്ണിയേ, നിന്റെ കുടുംബം മുട്ടുകുത്തും. നിന്റെ സ്വപ്നം നടക്കില്ല ഉണ്ണിയേ, നിന്റെ കുടുംബം മുട്ടുകുത്തും. കൂടെ നിന്നവർ എല്ലാം സഹായികൾ, ദേവസ്വം ബോർഡും മന്ത്രിമാരും. കടത്തി വിൽക്കും ബിംബം കടത്തി വിൽക്കും, എല്ലാം അറിഞ്ഞയ്യൻ മലയിൽ. ദ്വാരപാലകശില്പം മലയിൽ കട്ടിളവാതിൽ പാളിയും മുക്കി പോറ്റിയും ചേർന്നുണ്ണിപ്പോറ്റിയും ചേർന്ന് ഭഗവാന്റെ പൊന്നുകൾ മുക്കി.